ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളതിൽ. അതിൽ കുറച്ച് പേര് കൂടുതൽ ചെയ്തിരിക്കുന്നത് P2 എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ചെയ്യണം എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ P2ൻ്റെ ടൈൽ അയൻസായ ബ്ലോഗാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ബ്ലോഗ് അതായത് എർഹോളും ഇൻസ്റ്റട്ടും ആ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി, അതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ റൈറ്റിങ്ങിൽ ആദ്യത്തെ ടൈൽ, അതായത് ആദ്യത്തെ പാർട്ടാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ബ്ലോഗ് എഴുതുക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് എർഹോളും ഇൻസ്റ്റട്ട്. അതിൻ്റെ മീനിങ് ആണ് റിലാക്സേഷൻ ഇൻ ദ സിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലോഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരഗ്രാഫ് തിരിച്ച് എഴുതുക. അതുപോലെ തന്നെ എല്ലാ പോയിൻറ്റും 4 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉള്ളത്. ആ 4 ക്വസ്റ്റ്യനും ആൻസർ എഴുതുക. കൃത്യമായിട്ട് തന്നെ ഓരോന്നും വ്യക്തമായിട്ട് എഴുതുക. വാരി വലിച്ചെഴുതാതെ കാര്യം മാത്രം പറഞ്ഞു പോവുക. അത്യാവശ്യം വൊക്കാബും ഇമ്പ്രൂവ് ചെയ്ത് വേണ്ടത്ര ഗ്രാമർ മാത്രം ആഡ് ചെയ്ത് നല്ലൊരു ബ്ലോഗ് എഴുതുക. ഓക്കെ, അപ്പോൾ അത്രമാത്രം നമ്മളൊന്ന് ക്ലിയർ ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ എല്ലാത്തിനും കൃത്യമായിട്ട് ആ 4 ക്വസ്റ്റ്യൻ്റെയും 4 പാരഗ്രാഫായിട്ട് തന്നെ വേർതിരിച്ച് എഴുതുക. ഓക്കെ, അത്രയും തന്നെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ പാസ്സാവാൻ പറ്റും. ഒരിക്കലും റിപ്പീറ്റേഷൻ ചെയ്യരുത്, റിപ്പീറ്റേഷൻ കുറയ്ക്കുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റിപ്പീറ്റേഷൻ എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഉണ്ട്, ഓർഡർ, അല്ലെങ്കിൽ nicht nur sondern auch, entweder oder, aber, deshalb, weil, ഇതൊക്കെ മിക്കപ്പോഴും എല്ലാവരും വീണ്ടും വീണ്ടും ഇപ്പോൾ ഒരു ബ്ലോഗിൽ തന്നെ ഒരു 2 വട്ടമൊക്കെ എഴുതാൻ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെയൊക്കെ എന്താണ് കൂടുതലും ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ B1ലും B2ലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ വയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ വയൽ വീണ്ടും എഴുതേണ്ട സമയമാകുമ്പോൾ വയലിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോമായ വേഗൻ വെക്കുക. ഓക്കെ, അങ്ങനെ ഇപ്പോൾ വേഗൻ മാറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേഗന് വരും ഔഫ്ഗ്രൂണ്ട് വെക്കുക. അങ്ങനെ ഓരോ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്ത് എഴുതാൻ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഏതാണോ ടോപ്പിക്ക് കിട്ടിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതുക. ഓക്കെ, ഹെഡിങ് എഴുതണം, മസ്റ്റാണ്. ഹെഡിങ് എഴുതുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഇൻട്രോ കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ടൊരു ഇൻട്രോ കൊടുക്കാം. അതല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് അനുസരിച്ച് നമുക്ക് ആ ടോപ്പിക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊതുവേ ഉള്ളൊരു കോമൺ മൈനിങ് വേണം നമുക്കതിൽ പറയാം, ഇൻട്രോ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇൻട്രോയും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പാർക്ക് ഇത്രയും ബെലിപ്റ്റായ, അതല്ലെങ്കിൽ പാർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സിറ്റിയിൽ കൂടുതലും പോപ്പുലറായി എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറും കൂടെ ആഡ് ചെയ്താണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് വായിക്കാം. Viele Leute können mit ihrer Familie in der Großstadt leben. Aufgrund der Arbeitsmöglichkeit werden viele Leute in einer Großstadt wohnen. Der Park sind sehr beliebt in unserem großen Städten, da es viele Erholungsmöglichkeiten gibt. ഓക്കെ, ഇതാണ് ഞാൻ മൈനുങ് അല്ല, നമുക്ക് വേണമെങ്കിൽ മൈനുങ് ആയിട്ട് പറയാം. ഫീലെ ലോയിറ്റ് കൊന്നൻ തൊട്ട് ക്രോസെസ്റ്റഡ് വോണൻ വരെ, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രോ പ്ലസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് കൊടുക്കാം. Zum Beispiel viele Einkaufszentren, viele Berufschancen in der Stadt, gibt viele Krankenhäuser und so weiter. Dort können sowohl die Eltern als auch die Kinder sich entspannen. ഓക്കെ, അതത്രയും പാർക്ക് എന്തുകൊണ്ടാണ് ബെലിപ്റ്റായ എന്നതിൻ്റെ ആൻസറാണ് ഇത്ര. നെക്സ്റ്റ്, Möglichkeiten. Wir können ins Kino gehen, Musik hören. Wir lesen, diese Wahrscheinlichkeit sind gute Methode für die Erholung. Zusätzlich sorgen Städte viele Spielplätze, um Sport zu treiben. അടുത്തത് ഫോർട്ടാലെ, അതായത് നമ്മൾ ഈ മേളിൽ പറഞ്ഞ Möglichkeiten-ൻ്റെ ഫോർട്ടാലെയാണ് പറയുന്നത്. ഇന്തേം എന്നുള്ളത് ക്യാപ്പ് ഇടാതെ എഴുതണം, കണക്ടോറനാണ്. ഇന്തേം വിയർ മിറ്റ് ഉൻസറെ
Freunde ins Kino gehen, können wir unsere Freundschaft stärken und es hilft uns, Stress zu reduzieren. Wenn man Musik hört, ist man in der Lage, nicht nur mehr Energie, nicht nur in der Energie, sondern auch Entspannung. Wir haben die Fähigkeiten, Visualisen steigern wir uns Kenntnisse. ഇത്രയുള്ളൂ ഫോട്ടോയിലെ. നെക്സ്റ്റ് മൈനുങ് ആണ്, അതായത് അവസാനം മൈനുങ് പറയുവാണ്. ഈ മൈനുങ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന മൈനുങ് എന്ന് പറഞ്ഞിരിക്കുന്നതും യൂസ് ചെയ്യാം. ഇത് രണ്ടും മൈനുങ് ആണ്, ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. Immer wir Zeit mit unserem Lieblingshobby verbringen, desto bessere bekommen wir erholsam. അടുത്തത്, in dieser stressvollen Generation ist Erholung sehr bedeutliche Sagen. Viele Leute nicht Erholung in der Stadt, da jedermann in der Stadt beschäftigt kann und heute kann nicht Zeit für Erholsam. ഇതാണ് മൈനുങ് വരുന്നത്. ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഈ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ചെറിയ രീതി പറഞ്ഞാൽ മാത്രം മതി. കുറേ എഴുതണമെന്നില്ല. കുറച്ച് കാര്യങ്ങൾ, അതിൽ നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യുക, റെപ്പിറ്റേഷൻ ഒഴിവാക്കുക, നല്ല രീതിയിലുള്ള ഇച്ചിരി ലെവലപ്പായ വൊക്കാബ് യൂസ് ചെയ്യുക. അതുപോലെ A1 തൊട്ട് B2 വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്ത് ചെയ്യുക, ഗ്രാമർ പോർഷൻസൊക്കെ ആഡ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. വ്ലോഗ് നമുക്ക് നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ എഴുതാനായിട്ട് സാധിക്കും. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരൊറ്റ വട്ടം എഴുതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഒരു ഒന്നോ രണ്ടോ വട്ടം കൂടുതൽ ഇങ്ങനെ അത് തന്നെ സെയിം ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് അടിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ഐഡിയാസും കിട്ടും. അതുപോലെ തന്നെ ഒന്ന് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ടും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചിയേഴ്സ്.